ഹലോ, ഇന്ന് നമ്മൾ Next.js ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് ഒരു മൾട്ടി പേജ് വെബ്സൈറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് എങ്ങനെ രണ്ട് റൂട്ടുകൾ വർക്ക് ചെയ്യും അത്രയേ ഉള്ളൂ. സ്ലാഷ് എന്ന പേജിൽ എന്ന റൂട്ടിൽ ഒരു ഹോം പേജും /about എന്ന റൂട്ടിൽ ഒരു എബൌട്ട് പേജും, ഇതാണ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് Next.js ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. npx create next app at latest. ആപ്പിൻ്റെ പേര് മൾട്ടി പേജ് വെബ്സൈറ്റ് എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ടൈപ്പ് സ്ക്രിപ്റ്റ് നമുക്ക് തൽക്കാലം യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളതുകൊണ്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. ESLint നമുക്ക് യൂസ് ചെയ്യാം. Tailwind CSS തൽക്കാലം യൂസ് ചെയ്യുന്നില്ല. SRC ഡയറക്ടറി തൽക്കാലം യൂസ് ചെയ്യാൻ വേണ്ട. നമ്മൾ ആപ്പ് റൂട്ടർ വെച്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് Next.js 14 ലേറ്റസ്റ്റ് ഫീച്ചറിൽ വന്നിട്ടുള്ള ആപ്പ് റൂട്ടർ. ഇമ്പോർട്ട് ആലിയാസ് നോ കൊടുക്കുകയാണ്. സോ നമ്മുടെ ആപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, CD മൾട്ടി പേജ് വെബ്സൈറ്റ്. ഇനി നമ്മൾ VS കോഡ് വെച്ച് അത് ഓപ്പൺ ചെയ്യുകയാണ്. VS കോഡിൻ്റെ ടെർമിനലിൽ തന്നെ ആപ്പ് റൺ ചെയ്യുകയാണ്. npm run dev ഈ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ബ്രൗസറിൽ localhost 3000 എന്ന അഡ്രസ്സിൽ നമ്മുടെ ആപ്പ് റൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ബൈ എഡിറ്റിംഗ് app/page.tsx. അതായത് app.page.tsx ആണ് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത്. ചെക്ക് ചെയ്യാം. ആപ്പിൽ page.tsx എന്ന ഫയൽ ഉണ്ടാവും. ആ ഫയലിലെ കണ്ടൻസ് ആണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത്. ഇത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഈ സ്റ്റൈലെല്ലാം കളയുകയാണ്. ദിസ് ഈസ് ഹോം പേജ്. ഇവിടെ layout.tsx എന്നൊരു ഫയൽ കാണും. അവിടെ നമ്മൾ global.css എന്നൊരു സ്റ്റൈൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റൈൽ നമ്മൾ ഒഴിവാക്കുകയാണ്. സോ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വന്നു. And this is my home page. This is home page. And app ഡയറക്ടറിയിൽ നമ്മൾ വേറൊരു about എന്നൊരു പേജ്, about എന്നൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. അവിടെ page.tsx നമ്മുടെ ഹോം പേജിൻ്റെ അതേ കോഡ് ഞാൻ aboutലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യാണ്. ദിസ് ഈസ് about പേജ്. സോ ഇത് ഹോം പേജ് /about അടിക്കുമ്പോൾ ദിസ് ഈസ് about പേജ്. അതായത് /about എന്ന റൂട്ട് അവിടെ ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ ആപ്പ് ഡയറക്ടറി പോയി അതിൽ about എന്ന ഡയറക്ടറി ഉള്ളിൽ about എന്ന ഡയറക്ടറിയുടെ ഉള്ളിൽ page.tsx എന്ന ഫയലാണ് അവിടെ റൺ ചെയ്യിക്കുന്നത്. സോ നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതാണ് ഒരു മൾട്ടി പേജ് വെബ്സൈറ്റ് യൂസിങ് Next.js.